അപ്പോൾ പിള്ളേരുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള ഒന്ന് രണ്ട് വഴികൾ എന്തായിരിക്കും? നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് എപ്പോഴും മൊബൈൽ കുട്ടികൾക്ക് പിള്ളേർക്ക് കൊടുത്തു തുടങ്ങുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മക്കൾക്ക് എന്ത് വേണം? ഫോൺ വേണം. എന്തുകൊണ്ടാണ്? പണ്ട് അമ്പിളിമാമനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരാ ഉള്ളത്? കാത്തു വേണം, അതല്ലെങ്കിൽ വേറെ ആളുകളൊക്കെയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അവിടെ അവരെ കണ്ടീഷൻ ചെയ്യിപ്പിച്ചാണ് വളർത്തുന്നത്. അതെ, അവരെ കണ്ടീഷനിങ് നമ്മൾ കൊടുത്ത് അതൊരു ലേൺഡ് ബിഹേവിയർ ആയതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് വാങ്ങി വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇനീഷ്യലി തന്നെ ഇത് വളരെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കണോ, ഒരു 5 വയസ്സ് വരെ മക്കൾക്ക് സ്ക്രീന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യം, ഇപ്പോൾ അറിയാം, ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിലെ വർക്ക് LKG UKG വരെ വർക്ക് ഓൺലൈനിൽ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളും കൂടി ഇരുന്നതിൻ്റെ ശേഷം ഒരു ഹെൽത്തി ഹാപ്പി സ്പേസ്. അപ്പോൾ തീരെ കുട്ടികൾക്ക് ഫോൺ കിട്ടാതെ വളർന്നാലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, കാരണം അവർ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും അവർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യാം. ഇനി വന്ന കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങളൊരു ഇൻ്റർവെൻഷൻ എടുക്കാണ്ട് നിങ്ങൾക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് സീക്ക് ചെയ്ത് അവരുടെ അഡ്വൈസിനനുസരിച്ച് പോകുമായിരിക്കും എപ്പോഴും ഹെൽത്തി. കാരണം നമുക്ക് സൊല്യൂഷൻ എന്നു തോന്നുന്ന കാര്യം ഒരു പക്ഷേ കുട്ടിക്ക് അത് ആ ഒരു പോയിന്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഈ വാർത്തകൾ, സൂയിസൈഡ് ചെയ്ത വാർത്തകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫോൺ വാങ്ങി വെച്ചു, സൂയിസൈഡ് ചെയ്തു, ഫോൺ കൊടുത്തില്ല. എണ്ണം. അതെ.